എന്താ മുഖത്തൊരു വിഷമം? ഉദ്ദേശിച്ചു പോയ കാര്യം ഒന്നും നടന്നില്ല. അല്ല, സാധനങ്ങൾ വാങ്ങാൻ ഞാൻ ലിസ്റ്റ് തന്നു വിട്ടില്ലായിരുന്നോ? അതൊന്നും വാങ്ങിയില്ലേ? ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്തു പറ്റി? എന്തു പറ്റാനാ, 30-35,000 രൂപ കൺമുന്നിലൂടെ ജസ്റ്റ് മിസ്സായിപ്പോയി. 35,000 രൂപയോ? അതെങ്ങനെ? ഒരു അരമണിക്കൂർ വ്യത്യാസത്തിലാ ആ പൈസ നഷ്ടപ്പെട്ടത്. നിങ്ങൾ എന്ത് തേങ്ങയായി പറയുന്നേ? ഒരമണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തിയിരുന്നെങ്കിൽ അരമണിക്കൂർ കറക്റ്റ് ആയിരുന്നു. അരമണിക്കൂർ മുമ്പ് ചെന്നിരുന്നെങ്കിൽ ആകാശ് വരുന്നതിന് മുമ്പ് സംഭവം നടന്നേനെ. നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? 35,000 രൂപ എങ്കിലും മിനിമം കാണുമായിരുന്നു. അതെന്റെ കൈ കിട്ടിയേനെ. ചേടാ, നിങ്ങൾ പറയുന്ന എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ? സ്ത്രീകളെ, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്ന് നീ എന്തിനാടി ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്നാലും എന്താ കാര്യം? സാരമില്ല, ജൂലൈ തൊട്ട് സമയം മാറുമല്ലേ. 7 നക്ഷത്രക്കാർക്ക് ശനി മാറി ശുക്രനാകുക. നീ നോക്കിക്കോ, എനിക്കിനി വെച്ചടി കയറ്റമായിരിക്കും. നമുക്ക് കിട്ടാനുള്ള പൈസയൊക്കെ ഉണ്ടല്ലോ, ദേ വരിവരിയായിട്ട് ഇങ്ങ് വന്നോളും. എന്താടി, നിനക്ക് വിശ്വാസം ഇല്ലേ? അല്ല, നമുക്ക് എവിടുന്നാ പൈസ കിട്ടാനുള്ളത്? നമ്മളെല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാനല്ലേ ഉള്ളത്. ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മനുഷ്യന്റെ ആത്മവിശ്വാസം അങ്ങ് നശിപ്പിച്ചോണം. ഉദയേട്ടാ, എന്തോ ഒരു കുനിഷ്ട പരിപാടി നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. സ്ത്രീകളെ, എന്റെ മനസ്സിൽ പല പ്ലാനുകളും ഉണ്ടാകും. അതൊക്കെ സമയമാകുമ്പോൾ നീ അറിഞ്ഞാ മതി. അയ്യോ, ഇനി ആരെയാണോ നിങ്ങൾ പറ്റിക്കാൻ പോകുന്നതെന്ന് ഇനി ദൈവത്തിന് മാത്രം അറിയാം. നീ പോയി എനിക്കൊരു ബൂസ്റ്റ് കലക്കിക്കൊണ്ടുവാ. ഏത് ബൂസ്റ്റ്? അന്ന് കൊണ്ടുവന്ന ബൂസ്റ്റ് എല്ലാം തീർന്നു. ഇത്ര പെട്ടെന്ന് തീർന്നോ? പിന്നെ തീരാതെ 10 രൂപയുടെ 3 പാക്കറ്റ് അല്ലേ കൊണ്ടുവന്നത്. അതെല്ലാം നിങ്ങൾ തന്നെ കൂച്ചങ്ങ് തീർത്തില്ലേ? ഞാനോ? അല്ല, ഞാന്. ഒച്ചൂടെ തിന്നിട്ട് നമ്മളെ കുറ്റം പറയുന്നു. അപ്പോ കോമഡി സ്റ്റോറിന്ന് ബൂസ്റ്റ് അടക്കം പൊക്കണം. ഇന്ന് പറ്റിയതുപോലൊരു അബദ്ധം ഇനി പറ്റാൻ പാടില്ല. ജസ്റ്റ് മിസ്. എന്താ ഏട്ടത്തി, ഇന്ന് കണക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇന്ന് കുഴപ്പമൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല. വെപ്രാളൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇന്ന് എന്റെ കണക്കൊക്കെ കൃത്യ. ഓ, രക്ഷപ്പെട്ടു. ബാലിച്ച, ഇന്നത്തെ വരവ് ചെലവ് കണക്കും ദാ പൈസയും ഇതിലുണ്ടേ. പിന്നെ എല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കണേ. കൃഷ്ണമംഗലത്തുകാർ അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. അവരെങ്ങനെയാണ് പക വീട്ടുന്നതെന്നറിയില്ല. അതുകൊണ്ട് എല്ലാരും ഒന്ന് സൂക്ഷിക്കണം. അവരെന്ത് ചെയ്യാനാ? ചെയ്യാനുള്ളത് അവര് ചെയ്യട്ടെ, നമുക്കപ്പം നോക്കാം. ഉണ്ടായിരുന്നേ, വെറുതെ എടുത്തു ചാട്ടൊന്നും കാണിക്കല്ലേ. അമ്മേ, നമ്മൾ എന്തിനാ വെറുതെ അവരെ പേടിക്കുന്നേ? എടാ, പേടിക്കണമെന്നല്ല, നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത്രേ പറഞ്ഞുള്ളൂ. അച്ഛാ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. എടാ ആര്യ, നീ ഡെലിവറിക്കൊക്കെ പോകുമ്പോഴേ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. അതോർത്ത് അമ്മ പേടിക്കണ്ട. ഡെലിവറി ജോലിയൊന്നും ഇനി ഞാൻ അധികം ചെയ്യുന്നില്ല. അതെന്താ? ഞാനൊരു ട്രാവൽസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം. എടാ, നിനക്ക് ലോണൊക്കെ ശരിയായ? ഇല്ല അനന്തേട്ടാ, ലോണിന്റെ കാര്യമൊന്നും ശരിയായിട്ടില്ല. ഞാൻ നോക്കുന്നുണ്ട്. എടാ, ഏതെങ്കിലും പാർട്ടിക്കാരെ കൊണ്ട് പറയിപ്പിച്ച ലോൺ തരാൻ സാധ്യതയുണ്ടോ? എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനിപ്പോ MLA.
വേണമെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കാം. കണ്ടവന്റെ അവതാരത്തിൽ തൽക്കാലം നീ അവന് ലോൺ വാങ്ങിച്ചു കൊടുക്കണ്ട. ലോൺ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ ബാലേട്ട. ആ എന്റെ ഗോമതി, രാഷ്ട്രീയക്കാർ റെക്കമെൻഡ് ചെയ്താലൊന്നും ബാങ്ക് ലോൺ കൊടുക്കില്ല. എന്നാ ട്രാവൽസ് തുടങ്ങാൻ ബാലേട്ടൻ തന്നെ ഒരു വഴി പറ. അതെ, പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണമായിരുന്നു. എങ്കിലിപ്പോ ഈ ട്രാവൽസിന്റെ പുറകെ നടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമുള്ള കാര്യം പഠിക്കാൻ എന്നാരും അനുവദിച്ചില്ലല്ലോ. ഓ, നിനക്ക് എന്ത് പഠിക്കാനായിരുന്നു ഇഷ്ടം? അതൊന്നും അറിഞ്ഞാ കൊള്ളാം. അത് ഇനി അറിഞ്ഞിട്ട് എന്തിനാ? ഇപ്പൊ ചെയ്യുന്ന ഈ ജോലിയിലും തുടങ്ങാൻ പോകുന്ന ട്രാവൽസിലും ഒക്കെ ഞാൻ ഹാപ്പിയാ. ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോളാം. അതെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണം. നല്ല അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ള ജോലിയാണല്ലോ. ഈ ജോലിക്ക് ഒരു അന്തസ്സ് കുറവുമില്ല. പിന്നെ കളക്ടറുടെ അന്തസ്സുണ്ട് ഡെലിവറി ജോലിക്കും ട്രാവൽസിനും ഒക്കെ. എടാ, മര്യാദയ്ക്ക് നീ പഠിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് എവിടെ എത്തിയേനെ? ഇങ്ങനെ തട്ടിക്കൂട്ട് ജോലികളും ചെയ്ത് തെണ്ടി തിരിഞ്ഞ് നടക്കാനാ നിന്റെ വിധി. ആ, തലയിലെടുത്ത് തൂത്താ മാഞ്ഞു പോവില്ലല്ലോ. എന്റെ വിധി ഇതായിരുന്നില്ല, പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ആര്? ഞാനോ? എടാ, മനുഷ്യരായ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്നൊരു ആഗ്രഹം വേണം. നിനക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ല. അല്ലെങ്കിലേ നീ ഇങ്ങനെ നടക്കുവോ? ദേ, മിത്രയെ നോക്ക്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമെങ്കിലും ഉണ്ട്. അവിടെ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്കോ? നിനക്കതൊന്നുമില്ല. എന്റെ ലക്ഷ്യങ്ങളിലേക്കൊന്നും എത്താൻ എന്നെ ആരും അനുവദിച്ചില്ലല്ലോ. എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? അച്ഛാ, ഞാനത് പറയാം. ബാലച്ച മതി. അച്ഛാ പ്ലീസ്, രണ്ടാളും ഒന്ന് നിർത്തിക്കേ. ശ്ശോ, ഇവര് തമ്മി കണ്ട അപ്പം കീരിയും പാമ്പുമാണല്ലോ. ബാലേട്ട, അവന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അവൻ ചെയ്തോട്ടെ. പ്ലീസ്, രണ്ടാളും ഒന്ന് നിർത്തിക്കേ. ശ്ശോ, ഇവര് തമ്മി കണ്ട അപ്പം കീരിയും പാമ്പുമാണല്ലോ. ബാലേട്ട, അവന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അവൻ ചെയ്തോട്ടെ. ചെയ്തോട്ടെ. ആരാ തടസ്സം പറഞ്ഞത്? മക്കളെ കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കതറിയണ്ടല്ലോ. അവരവർക്ക് തോന്നിയതുപോലെ ജീവിതം എടുത്ത് പന്താടും. പിന്നെന്താ സംഭവിക്കുന്നത്? അവരുടെ ജീവിതം നശിക്കുന്നത് നിസ്സഹായതയോടെ നമുക്ക് നോക്കി നിൽക്കേണ്ടി വരും. എന്ത് ചെയ്യാൻ പറ്റും? വിധി. അല്ലാതെന്താ? മോളെ, എന്താ ഇത്? ബാലൻ സാറ് പറഞ്ഞിട്ട് പോയതേ നിന്നെ ഉദ്ദേശിച്ചൊന്നുമല്ല. എന്നെ മാത്രം ഉദ്ദേശിച്ച. അതുകൊണ്ടേ നീ അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഈ IAS കിട്ടാത്തവരൊന്നും ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? പാരന്റ്സിന് മക്കളെ കുറിച്ച് ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇത് ആഗ്രഹമല്ല, അത്യാഗ്രഹമാണ്. അതെ, എന്റെ ആകാശേ, ജില്ലാ കളക്ടർ എന്ന ബോർഡ് വെച്ചൊരു കാറ് ദേവമംഗലത്തിന്റെ മുറ്റത്ത് വേണം. അത് അച്ഛന്റെ ഒരു ആഗ്രഹമല്ലേ? മീനു, ഈ മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യണം. അതാണ് ഒരു അച്ഛന്റെ കടമ. അല്ലാതെ
അച്ഛന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് തുലച്ച് കളയാനുള്ളതല്ല മക്കളുടെ ജീവിതം. ശരി, ആയിക്കോട്ടെ. നമുക്ക് ആ ടോപ്പിക്ക് വിടാം. അല്ല, നീ തന്നെ ഒന്ന് പറ, ഈ ട്രാവൽ ഏജൻസിക്ക് എന്താ ഒരു കുഴപ്പം? അതെ, അവൻ ബാങ്ക് കുത്തി തുറക്കാനൊന്നും അല്ലല്ലോ പ്ലാൻ ചെയ്യുന്നത്. അന്തസ്സായിട്ടൊരു ബിസിനസ് തുടങ്ങി അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത്. ഈ ഗവൺമെന്റ് സ്റ്റോർ ബാല അതിന് സമ്മതിക്കൂല. അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഇനി അതിനകത്ത് കടിച്ചു തൂങ്ങണ്ട, വിട്ടേക്ക്. ഈ അച്ഛനുണ്ടല്ലോ, ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എടാ മോനെ ആര്യ, നിന്റെ ഡ്രീം എന്താ, നിനക്ക് ആരാവാനാണ് ആഗ്രഹം? അല്ലാതെ ചോദിച്ചിട്ടാണ് ഈ തള്ളുന്നെങ്കിലേ നമുക്ക് മനസ്സിലാക്കാം. ഈ സ്വന്തം മക്കളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനെങ്കിലും ഒരു അച്ഛൻ ശ്രമിക്കണ്ടേ? എന്താ വേണ്ടേ? അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ ചോദിക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ മനസ്സിലായത്? അവന്റെ ഏട്ടനായ ഞാൻ അവന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നല്ലേ ഞാൻ ചോദിക്കാൻ വന്നത്. അതൊന്നും അല്ല. പിന്നെന്താ? അത് പിന്നെ ചോദിക്കേ. അല്ല, ആര്യനെ കുറിച്ച് അച്ഛന് സ്വപ്നങ്ങളുണ്ട്. ആര്യൻ കളക്ടർ ആവണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചല്ലോ. അതുപോലെ അനുമോളെ കുറിച്ചും അച്ഛന് സ്വപ്നങ്ങളുണ്ട്. നീ കൂടുതൽ പണയണ്ട. നീ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കുറിച്ച് എന്റെ അച്ഛന് സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ എന്നല്ലേ നീ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? മനസ്സിലായി. അല്ല, ആകാശിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അതെന്തായിരുന്നു? അത് ഉണ്ടാ എന്നെ കുറിച്ച് ആ മനുഷ്യനെ ഒരു സ്വപ്നവും ഇല്ലായിരുന്നു. നിനക്കറിയോ, ഞാൻ നല്ല മിടുക്കനായിട്ട് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. എന്നിട്ട് +1 കൊള്ളാവുന്നിടത്തൊന്നും അഡ്മിഷൻ കിട്ടിയില്ലല്ലോ. അതെന്താ കിട്ടാത്തെ? എനിക്കങ്ങനെ അറിയാം. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, അച്ഛന് മെക്കാനിക്കലും. അതിന് തർക്കമായിരുന്നു. അവസാനം എന്തായി? എന്നെ കൊണ്ട് മെക്കാനിക്കലിന് ചേർത്തു. വല്ല കാര്യമുണ്ടോ? ഇടീ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവനെ അത് പഠിപ്പിക്കണം, അല്ലാതെ മെക്കാനിക്കലിന് കൊണ്ടാക്കുന്നത് എന്തിനാ? അല്ലായിരുന്നെങ്കിൽ +2 ഫുൾ A+ കിട്ടിയിരുന്നേനല്ലേ? എന്റെ പൊന്നു മീനു, അച്ഛൻ ഒരിക്കലും ഞങ്ങൾ മക്കളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ല. അച്ഛന്റെ മനസ്സിൽ ഒരു സാധനം സെറ്റ് ചെയ്ത് വെക്കും. നമ്മള് മറ്റേ സൂര്യന് ചുറ്റും ഈ ഭൂമി ഉപഗ്രഹങ്ങൾ കറങ്ങില്ലേ, അതുപോലെ ഗോമതി സ്റ്റോർ ബാലിന് ചുറ്റും ഞങ്ങൾ മക്കള് കടന്നിങ്ങനെ കറങ്ങണം. അല്ലല്ലോ, സംഗതി തിരിച്ചല്ലേ. ഓ, ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിലല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മീനു, ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് അതിനൊരു നിലയും വിലയുണ്ട്. ഞങ്ങളുടെ അവസ്ഥ അതാണോ? ഞങ്ങൾ മക്കൾക്ക് എന്ത് വിലയാണുള്ളത്? എന്റെ മീനു, ഞങ്ങൾക്ക് ഈ പറഞ്ഞ അച്ചുതണ്ടും ഇല്ല, ഭ്രമണപഥവും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. ഞങ്ങളുടെ ഗാലക്സിയിൽ ഒരു ഒറ്റ സ്റ്റാറേ ഉള്ളൂ, ഗോമതി സ്റ്റോർ ബാലൻ. ആ സ്റ്റാറിന് ചുറ്റും ഞങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം മീനു? എന്ത് ചെയ്യണം? പറ. ചിരിക്കാൻ പറഞ്ഞതല്ല. സോറി. ഈ ഗോമതി സ്റ്റോർ ബാലന്റെ ഗുരുത്വാകർഷണം കാരണം ഒരൊറ്റ ആളും രക്ഷപ്പെടത്തില്ല. ഇനി ആരെങ്കിലും രക്ഷപ്പെടാൻ തുടങ്ങിയ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അങ്ങനെ വലിച്ചങ്ങ് പിടിക്കും. പിന്നെ മക്കൾ എങ്ങനെ രക്ഷപ്പെടും? എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അല്ല, ഈ മാഗ്നറ്റിക് ഫീൽഡും ഗുരുത്വാകർഷണമൊക്കെ ഇതൊക്കെ എവിടുന്ന് കിട്ടി? സാധാരണ ഇമ്മാതിരി തള്ളൊന്നും തള്ളാത്ത ആളാണല്ലോ മീനു. ചില സോഷ്യൽ മീഡിയകളുടെ ബാൻ മാറ്റിയല്ലോ. കടയിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചില മാർവൽ സീരിയൽസുകളൊക്കെ ഇങ്ങനെ കുത്തിയിരുന്നങ്ങ് കാണും. ഇപ്പൊ അതാണ് എന്റെ പണി. അങ്ങനെ വരട്ടെ. രാത്രിയേറെ വൈകി, നല്ല തണുപ്പുണ്ട്. പ്രകൃതി ഇത്ര അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്കത് കിടന്നാലോ? വാവിനു വാ. വാന്നേ, വാടി വാ.
എന്തു പറ്റി? കുറച്ച് ദിവസമായിട്ടെ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ആനന്ദേട്ടനും ഏട്ടത്തെയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ? അതെന്താ അങ്ങനെ തോന്നേ? രണ്ടുപേർക്കും ഇടയിലെ എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നി. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും മീനു. അവര് നല്ല ഹാപ്പി ആണല്ലോ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് ആനന്ദേട്ടന് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആയിട്ട് ആനന്ദേട്ടൻ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ, ഞാനൊരു കാര്യം പറയട്ടെ. ആ കുഞ്ഞിനെ നഷ്ടപ്പെടാനുണ്ടായ യഥാർത്ഥ സാഹചര്യം എന്താന്ന് ആനന്ദേട്ടനോട് നമ്മൾ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇനി അത് ആനന്ദേട്ടനിന്ന് ഹൈഡ് ചെയ്യുന്നത് അത്ര കറക്റ്റാണോ? ചിലപ്പോ അതിന്റെ പേരിൽ ആനന്ദേട്ടൻ ഏട്ടത്തിയെ ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും ഏട്ടത്തിയോട് ചെയ്യുന്ന ക്രൂരതയാവില്ലേ അത്? എടീ, അതിന്റെ പേരിൽ ആനന്ദേട്ടനെ ഏടത്തിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലല്ലേ നീ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലോ? ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന ഏട്ടനുണ്ട്, അത് റിയാലിറ്റിയാ. പക്ഷേ അതിന്റെ പേരിൽ ഏട്ടത്തി തെറ്റുകാരിയാണെന്നുള്ള രീതിയിൽ ഏട്ടൻ ഒരിക്കലും കാണില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആനന്ദേട്ടൻ ഏട്ടത്തിയെ തെറ്റുകാരിയായിട്ട് കാണുന്നില്ല, നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. പക്ഷെ ഇനിയെങ്കിലും ആനന്ദേട്ടൻ സത്യം അറിയണ്ടേ? മീനു, നീ ചിന്തിക്കുന്നത് കറക്റ്റാ. പക്ഷേ ഏട്ടനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ ആ അലോകിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും പറയണം. ആ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം അവനാണെന്ന് അറിഞ്ഞ അവനോട് ഏട്ടൻ ക്ഷമിക്കുമോ? ഏട്ടന്റെ ക്യാരക്ടർ നിനക്ക് ശരിക്കും അറിയാൻ വയ്യാനിട്ടാ. ആള് പാവുക, ശുദ്ധനാ. പക്ഷെ ഏട്ടനൊരാളോട് ദേഷ്യമോ വൈരാഗ്യമോ തോന്നിയ പിന്നെ ആളുടെ കാര്യം കട്ടപ്പുകയാ. ഈ നമ്മൾ ചിലരെ കുറിച്ച് പറയില്ലേ, അറ്റം കണ്ടിട്ട് ഇറങ്ങൂന്നു. ഏട്ടൻ അങ്ങനെയാ. ഒരാളോട് വൈരാഗ്യം തോന്നിയ അയാളെ തറ പറ്റിച്ച് നശിപ്പിച്ചിട്ടേ ആനന്ദേട്ടം ഇറങ്ങും. അതാ അയാളുടെ സ്വഭാവം. അങ്ങനെ ഒരാളോട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ആ ലോകിന്റെ കാര്യം നമ്മൾ എങ്ങനെ പറയും? ഏട്ടനും ഏട്ടത്തിക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ മീനു. ആകാശ്, അത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് നീ ആ ലോകിന്റെ കാര്യം ഏട്ടനോട് പറഞ്ഞ അവിടം മുതൽ ഈ കുടുംബത്തിൽ പുതിയ പ്രശ്നങ്ങൾ തുടങ്ങും. അത് വേണോ? ആ, എന്നാ വന്ന് കിടക്ക്. പ്രാർത്ഥിച്ചപ്പോ മനസ്സിനിത്തിരി സമാധാനം കിട്ടിയോ മോളെ? ചേച്ചി, നുണക്കൂട്ടങ്ങളാ. അവര് പലതും പറയും. ഒരു ചെവി കൂടെ കേട്ടങ്ങ് കളഞ്ഞേക്കണം. എന്തൊക്കെയുണ്ട് ചേച്ചി? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. അനുമോളെ, സുഖാണോ? അനുമോളുടെ കാര്യം ഓർക്കുമ്പോ സങ്കടമുണ്ട്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മോളെ? ബാലേട്ടൻ നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നല്ലേ, എന്നിട്ട് എന്തിനാ മോളെ നീ ആലോകിന്റെ കൂടെ ഓടിപ്പോയത്? അല്ല, അവൻ ഉടനെ എങ്ങാനും ജയിലിൽ നിന്ന് ഇറങ്ങുവോ? മോളവനെ ജയിലിൽ കയറ്റിയത് ഇതിരി കടുപ്പമായി പോയി. മോളുടെ എന്തോ വീഡിയോ അവന്റെ കയ്യിൽ ഉണ്ടെന്ന് കേട്ടല്ലോ, ഉള്ളതാണോ? അതുകൊണ്ടാ മോള് കല്യാണത്തിന് സമ്മതിച്ചെന്നാ സംസാരം. ഈ അനാവശ്യമൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ? കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് സംസാരിച്ചൂടെ? നിങ്ങൾക്കും പെൺമക്കൾ ഉള്ളതല്ലേ? കേട്ട കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ, അത് തെറ്റായിപ്പോയോ? ഗോമതി ചേച്ചി മോളോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാ, തെറ്റായിട്ട് എടുക്കല്ലേ. അനുവിന് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആവശ്യമില്ലെങ്കിലോ? കുത്തുവാക്കും സ്നേഹവും രണ്ടും രണ്ടാ.
ആരുടെയും സഹതാപവും അവൾക്ക് ആവശ്യമില്ല. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ മനസ്സിലെ വിഷം അവളുടെ മുമ്പിൽ ഇറക്കി വെച്ച് പെങ്കൊച്ചിനെ വിഷമിപ്പിക്കാൻ നോക്കിയ ഈ ധർമ്മന്റെ സ്വഭാവം നിങ്ങൾ അറിയും. അല്ല ധർമ്മ, ഞങ്ങൾ അനുമോളെ വിഷമിപ്പിക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. കേട്ട കാര്യങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ സ്വന്തം ജീവിതം ബലി കൊടുക്കാൻ എത്ര പെണ്ണുങ്ങൾ തയ്യാറാവും? നിങ്ങൾ ചെയ്യോ? നേരത്തെ ചേച്ചി ചോദിച്ചല്ലോ അനുവിന്റെ വീഡിയോ അവന്റെ കയ്യിലുണ്ടോന്ന്. ചേച്ചി, നിങ്ങളുടെ അനിയത്തി അവളുടെ ട്യൂഷൻ സാറിന്റെ കൂടെ ബാംഗ്ലൂർ പോയതിന്റെ വീഡിയോ കുറെ കാലം ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഫോണിലെ കിടന്ന് കറങ്ങിയതാ. വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കോലിട്ടിളക്കാതെ സ്വന്തം അനിയത്തി ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക് കേട്ടാ. നിങ്ങളും ഒട്ടും മോശമല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ പോണം. നമുക്ക് പിന്നെ കാണാം. പോട്ടെ മോളെ. ദേ ഞാനും വരുന്നു. ധർമ്മ, മോനെ നീ തിരിച്ചു വാ. അയ്യോ വേണ്ടായേ, നമ്മള് കള്ളനല്ലേ. കള്ളം വീട്ടിന് പുറത്തു തന്നെ നിൽക്കുന്നതാ വീട്ടുകാർക്ക് നല്ലത്. എടാ, ചേച്ചി എന്നെ അറിയാതെ പറഞ്ഞു പോയതാടാ. ചേച്ചിയോട് നീ ക്ഷമിക്ക്. നീ പോയതിനു ശേഷം നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എടാ, നിനക്കറിയാലോ എന്നെ. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. അത് അന്നേരത്തേക്കേ ഉള്ളൂ. നീ തിരിച്ചു വാടാ മോനെ. മാമ ഒന്ന് ക്ഷമിക്കും മാമ. മാമന്റെ അനുശ്രീയല്ലേ വിളിക്കുന്ന. മാമ വീട്ടിലേക്ക് തിരിച്ചു വാ മാമ. പറ്റില്ലെന്ന് പറയരുത്. മോളെ, മറ്റെന്തായിരുന്നെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച രണ്ടുപേരെന്നെ കള്ളനെ കണ്ടപ്പോ ഞാൻ തകർന്നുപോയി. ഇനി എനിക്ക് അവരുടെ മുമ്പിൽ പഴയ ധർമ്മനായിട്ട് ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മോളെ ഞാൻ വരാത്തെ. എന്താ ഗോമതി, എന്താ കാര്യം? അച്ഛനും ബഹളം വല്ലതും ഉണ്ടാക്കി? കുറെ നാട്ടുകാരുണ്ട്, മനുഷ്യന് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. മോളെ, മോൾക്ക് ഈ അച്ഛന് വിശ്വാസമല്ലേ? എങ്കിലിതാ അച്ഛൻ മോൾക്ക് ഉറപ്പ് തരുന്നു. ഇനി ആരും മോളെ വേദനിപ്പിക്കില്ല.